അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നല്ല എളുപ്പത്തിൽ നല്ല രസമുള്ള ഒരു ചായക്കടി ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. മോമോസ് ഇഷ്ടമില്ലാത്തവരൊന്നും ഇപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് അതേ ഒരു രസത്തിൽ നമുക്ക് അതിലേറെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു രസമുള്ളൊരു ചായക്കടി ആട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കി കാട്ടിത്തരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോമോസ് ഉണ്ടാക്കണ പണിയൊന്നുമില്ലേ, നല്ല എളുപ്പം തന്നെയാണ്. വായൻ്റെലിയിലൊക്കെ പൊതിഞ്ഞുണ്ടാക്കണോണ്ട് തന്നെ അതിലേറൊരു പ്രത്യേക രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോക്കി ഇങ്ങോട്ട് ഉണ്ടാക്കി നോക്കിക്കാണ്ട് നമ്മളോട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കോഴി എടുക്കണം. അപ്പോൾ എല്ലൊന്നും ഇല്ലാത്ത കഷ്ണം നോക്കിക്കാണ്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം കേകി വൃത്തിയാക്കി എടുത്തുകാണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നാണ് വാർത്തെടുത്തതാണ്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ കപ്പൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നങ്ങോട്ട് അരച്ചെടുക്കണം. അങ്ങനെ ഇത് നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തുക്കണു. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേബേജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കേബേജ് എടുത്തുകാണ്ട് ഇമ്മാതിരി ഒരു ചോപ്പർ എടുത്തുകാണ്ട് അയക്ക് ഇങ്ങോട്ട് ചെറുതാക്കി കണ്ടം മുറിച്ച് ഇട്ട് കൊടുത്തുക്കണ്. എന്നാൽ ഇതിലിട്ട് 4 വാലി വലിച്ചുമ്പോൾ നമുക്ക് ചെറുതായി കിട്ടുവേ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിലൊരു 4 വാലിയൻ വലിച്ചാൽ നമുക്ക് നല്ലോണം ചെറുതായി കിട്ടുവേ. അപ്പോൾ ഇത് നല്ലോണം ചെറുതായി കിട്ടിയേക്കണ്. ഇനി നമുക്കിത് ഈ പാത്രത്തേക്ക് ഒന്നാണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെല്ലുള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വെല്ലുള്ളി എടുത്തുകാണ്ടേ അത് ഇതേപോലെ അങ്ങനെ ഒന്ന് കണ്ടം മുറിച്ച് കാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും തന്നെ ഇതേപോലെ ഒന്നങ്ങോട്ട് ചെറുതാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഒരു 2 വാലി വലിച്ചുമ്പോൾ തന്നെ ഇതും തന്നെ നല്ലോണം ചെറുതായി കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ക്യാരറ്റ് എടുത്തുകാണ്ട് അതും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഒന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ഉണ്ടായപ്പോൾ ഒന്നാണ് ഇട്ട് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ തിരക്കടൊന്നും ഇല്ലേനു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ അത് നല്ലോണം ചെറുതാക്കി അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല ഇതിലേക്ക് നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും അത് നിങ്ങൾ ഇട്ട് കൊടുക്കുകൊണ്ടേ. ഇനിയിപ്പോൾ മല്ലിച്ചപ്പിൻ്റെ ഇല എല്ലാം എഴുതി കാണും, നിങ്ങൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കറിവേപ്പിൻ്റെ ഇല വലിയ രസമൊന്നും കിട്ടൂലേ. 1 ടേബിൾ സ്പൂണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിച്ച് കാണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കുരുമുളക് എടുത്ത് കാണും പൊടിച്ച് കണ്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ സുർക്കയും കൂടി ഇതിക്കാണ് പാർന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് സോയാ സോസാണ്. അപ്പോൾ അത് ഇതിലേക്ക് നല്ല രസം തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നമ്മൾ സോയാ സോസും പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്നാണ് ഇട്ട് കൊടുത്തുകാണ്ടേ ഇതൊക്കെ പാടെ കൂട്ടി നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടിക്കാണ്ടേ നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുത്തുക്കണു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തുക്കണത്. ഇനിയിപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടൊന്നും ഉണ്ടാക്കിയൊക്കെ നോക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ ഈ മൈദപ്പൊടിൻ്റെ ആ രസം നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ മൈദപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെന്ന് വെച്ചാൽ നമുക്കൊന്നാണ് ഉണ്ടാക്കി വെക്കുക ഗോതമ്പ് പൊടി കൊണ്ടും. ഈ മസാല നല്ലൊരു രസമാണ് ഇതിലേക്കുള്ളേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചീച്ച വെള്ളം പാർന്നുകാണ്ട് ഇത് നല്ല ഒരു പാകത്തിനാക്കി എടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് അതിൻ്റെ അടുത്ത് കാണണം ബെല്ലുമ്മലും കൂടി നിങ്ങളൊന്ന് തൊട്ട് കൊടുക്കിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കണം ഇങ്ങനെ പലഹാരങ്ങളൊക്കെ അപ്പങ്ങൾക്ക് കാണും ജഡ്ജാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ജഡ്ജാലോ. പിന്നെ നമുക്കൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് മനസ്സിലാകുക. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മളെ മാവ് വേണ്ടത്. അപ്പോൾ നല്ല കട്ടിയിലും അല്ല കട്ടില്ലാതെയും അല്ല. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഇപ്പോൾ ഇത് വേണ്ടത്. അപ്പോൾ വെള്ളം എറിഞ്ഞ നിങ്ങൾ നല്ലോണം നോക്കും വേണം. കാരണം വെള്ളം എറിയാൽ പിന്നെ നമുക്കിത് വായൻ്റെലിയിൽ പാർന്നുകാണ്ട് പൊതിഞ്ഞെടുക്കാനൊന്നും കഴിയൂലല്ലോ. അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ ഇത് ആയി കിട്ടണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം എറിയാൻ തോന്നുകയാണെന്ന് വെച്ചാൽ ലേശം കൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങോട്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വായൻ്റെ ഇല എടുത്തുക്കണു. എന്നിട്ട് ഇങ്ങനെ നീളത്തിലാക്കിക്കാണ്ട് അങ്ങോട്ട് മുറിച്ചെടുത്തുക്കണ്. അപ്പം ഇനി ഇത് നമ്മളൊന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് ആ തിജുമ്മ വെച്ചുകാണ്ട് ഒന്നങ്ങോട്ട് ചൂടാക്കി എടുത്തതാണിത്. എന്നിട്ട് ഇതേപോലെ കണ്ടില്ല നിങ്ങൾ, ഈ കോലത്തിൽ ഒന്നങ്ങോട്ട് മടക്കിയാൽ മതി. നമ്മൾ സമൂസൻ്റെ ഓലയൊക്കെ ഒന്ന് മടക്കുമല്ലോ. അപ്പോൾ ആ ഒരു കോലത്തിൽ ഇങ്ങനെ മടക്കിക്കാണ്ട് ഇതിലേക്ക് നമുക്കൊരു സ്പൂണാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ മടക്കിക്കാണ്ട് ഇങ്ങനെ ചുറ്റിക്കാണ്ട് എടുത്താൽ മതി. നമ്മൾ സമൂസൻ്റെ ഓലയൊക്കെ മടക്കണം അതേപോലെ തന്നെ കാട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു കോലത്തിൽ മടക്കാൻ ഗതികേടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്ക് ഈ വായൻ്റെലിൻ്റെ നടുക്കൊന്ന് ലേസം ഇട്ട് കൊടുത്തുകാണ്ട് ചുറ്റുഭാഗം ഒന്ന് അങ്ങനെ മടക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കജ്ജാണെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കിയാൽ നമുക്ക് കാണുമ്പോഴും നല്ലൊരു ചുരുക്കാണല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ അങ്ങോട്ട് മടക്കി എടുത്തുക്കണ്.
ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ വാഴൻ്റെ ഇലയിലാവുമ്പോൾ ഇത് നല്ല രസമാണിതേ. അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മടക്കിയെടുത്തുക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും അങ്ങോട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ച് കാണ്ട് എങ്ങനെ നിങ്ങൾ ആവി കാറ്റിയെടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ അതിന് മാതിരി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് കാണ്ട് അതിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതിക്കാൻ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിക്ക് വെച്ച് കൊടുത്തുക്കണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാത്ത കോലത്തിൽ നല്ലോണം ഒന്ന് അങ്ങോട്ട് മൂടി വെക്കണം. അപ്പോൾ നമ്മൾ തോനെ നേരം വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു 15-20 മിനിറ്റ് നേരം ആകുമ്പോൾ തന്നെ അത് നല്ലോണം വെന്ത് വന്നിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും അങ്ങോട്ട് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തീച്ചൊക്കെ ഒന്ന് കെടുത്തി കൊടുത്തുകാണ്ട് ഒന്ന് കുറച്ച് നേരം വേണ്ടി ഒന്ന് തണുക്കാൻ വേണ്ടി അവിടെ എടുത്തേക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഇതിക്കുള്ളൊരു ചട്നിയും കൂടി ഒന്നാണ് ഉണ്ടാക്കിയാലേ നല്ല രസമാണിതേ. അപ്പോൾ ഈ ഒരു ചട്നി ഇതിക്ക് പ്രത്യേക രസമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാതിരി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തുകാണ്ട് അതിക്ക് നമ്മൾ കുറച്ച് വെള്ളം പാർന്ന് കൊടുത്തുക്കണ്. ഇനി നമ്മൾ ആ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിക്കൊരു 4 തക്കാളി എടുത്തുകാണ്ട് അത് ഇതിക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് എത്ര അളവിലാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് തക്കാളി എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒന്നാണ് വരിഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്നാണ് വെന്ത് കിട്ടുവേ. ഇനി നമുക്കിതൊന്നും അങ്ങോട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മളെ തക്കാളിയും വറ്റൽമുളകും ഒക്കെ നല്ലോണം ഇവിടെ വന്നിക്കണേ. ഇനി നമുക്കിത് തിരിച്ച് ഓഫാക്കിക്കാണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഇതൊന്നും മാറ്റിയെടുത്തേക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്നങ്ങോട്ട് ആറിയിക്കണ്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്നങ്ങോട്ട് കളഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മളത് ആ മിക്സിൻ്റെ കപ്പൊക്കെ ഒന്നാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആ മിക്സിമ വെച്ച് കാണ്ട് നല്ലോണം ഒന്നങ്ങോട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ല നമ്മളിത് ആ മിക്സിമ വെച്ച് കാണ്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തുക്കണേ. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര ചട്ടീനെ അടുപ്പത്ത് വെച്ച് കൊടുത്തുക്കണ്. ചട്ടിയൊക്കെ ഒന്നങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ പാർന്ന് കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിക്ക് ലേശം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് അത് ഇതിക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിക്ക് നമുക്കൊരു 4-5 വെളുത്തുള്ളിൻ്റെ അരിലെടുത്തുകാണ്ട് ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് അതും കൂടി നമ്മൾ ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ നല്ലോണം കളർ മാറി വന്നിക്കണ്. ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയും പാർന്ന് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ തിരിച്ചൊന്നാണ് കുറച്ച് വെച്ച് കാണ്ട് ഇതിക്ക് കുറച്ച് സോയാ സോസ് പാർന്ന് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ സോയാ സോസ് ആട്ടോ നമ്മൾ പാർന്നിക്കണം ഇതിക്ക്. പിന്നെ ഇപ്പോൾ ഇതിക്ക് നമ്മൾ 1 ടീസ്പൂൺ സുർക്കയും കൂടി പാർന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ പാടെ നല്ലോണം ഒന്നങ്ങോട്ട് ഇളക്കിക്കാണ്ട് കുറച്ച് നേരം ഈ കുറഞ്ഞ തിരിച്ചിലൊന്നാണ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ. കണ്ടില്ലേ നിങ്ങൾ, നല്ല രസമുള്ളൊരു ചട്നിയാണിത്. നമ്മളെ മോമോസൊക്കെ കൂട്ടുന്ന നല്ല രസമുള്ളൊരു ചട്നി തന്നെയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇത്ര പണിയുള്ളൂ. നല്ല രസമുള്ളൊരു ചട്നിയും അതേപോലെ നല്ല രസമുള്ളൊരു മോമോസിൻ്റെ അതേ രസത്തിലുള്ള നല്ല ഒരു പലഹാരം നമുക്കിവിടെ കിട്ടിയിരിക്കണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ നമുക്കൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് നമ്മളെ കാണണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി നമ്മൾ കാട്ടിത്തരണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.